വചനത്തെ അനുസരിക്കാതെ ദൈവകൽപ്പനകളെ അനുസരിക്കാതെയും ഇരിക്കുമ്പോൾ നമ്മുടെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ നാമത്തിൽപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതത്തിൽ ദൈവജനമായി നിൽപ്പാണ്ട് കൊണ്ട് ഇന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഹഗായിയുടെ പ്രവചനം 1-ാം അധ്യായമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ ദൈവം ചില അരുളപ്പാടുകൾ കൽപ്പിക്കുന്നു. ദൈവജനം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന്. എന്നാൽ ജനം അതിന് കൂട്ടാക്കാതെ, ദൈവകൽപ്പനയ്ക്ക് ചെവി കൊടുക്കാതെ, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം വീട്ടിലേക്ക് അധ്വാനിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ യോശുവയുടെയും സെരുബ്ബാബേലിന്റെയും നേതൃത്വത്തിൽ പ്രവാസികളായിരിക്കുന്ന ജനത്തെ ഉണർത്തി ആലയം പണിയുവാൻ വേണ്ടി ഒരുക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മോടും കൽപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവനാമത്തിന് വേണ്ടി ഓടുവാനും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും നമ്മെ ദൈവം കാലാകാലങ്ങൾ വിളിക്കുമ്പോൾ നാം അല്പസമയം കഴിയട്ടെ, പിന്നീടാവട്ടെ എന്ന് നാം ഇങ്ങനെ സമയങ്ങൾ മാറ്റി മാറ്റി വെക്കുമ്പോൾ അങ്ങനെയല്ല. നാം ഉണർന്ന് ദൈവകൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീരണമെന്നാണ് ഈ ഹഗായി പ്രവചനത്തിലൂടെ നമ്മയും ഓർപ്പിക്കുന്നത്. ദൈവം കാലാകാലങ്ങൾ തൻ്റെ ഭക്തന്മാരെ ഉണർത്തി ദൈവിക ആലോചനകളെ ജനത്തെ കേൾപ്പിക്കുമ്പോൾ, ദൈവജനം ഉണർന്ന് പ്രവർത്തിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിലേക്ക് ഉണ്ടാകും. അല്ല, ദൈവവചനത്തെ അനുസരിക്കാതെയും ദൈവകൽപ്പനകളെ അനുസരിക്കാതെയും ഇരിക്കുമ്പോൾ നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ അത് നിഷ്ഫലമായി പോകും. നമുക്കത് പ്രയോജനമില്ലാതായി പോകും. നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്കത് ലഭിക്കാതെ നഷ്ടമായി പോകും. അതിനകത്ത് പറയുന്നുണ്ട്, മഞ്ഞും മഴയും ഒന്നും ദേശത്ത് ഉണ്ടാകുകയില്ല എന്ന്. ദൈവവചനം അനുസരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവത്തിൻ്റെ അനുഗ്രഹമായ മഞ്ഞും മഴയും ഒക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ അധ്വാനങ്ങളൊക്കെയും നമ്മുടെ പ്രയത്നങ്ങളൊക്കെയും ഫലമായി തീരുള്ളൂ എന്നാണ് നമ്മുടെ ഈ വചനത്തിലൂടെ കഴിയുന്നത്. അങ്ങനെ യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിൻ്റെ മകനായ സെരുബ്ബാബേലും യോശുവയും കൂടെ പ്രവാസത്തിലായിരിക്കുന്ന ജനത്തിന് അവരെ ഉണർത്തിച്ച് ആലയം പണിക്കായിട്ട് അവരെ ഒരുക്കിക്കൊണ്ട് വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ജനത്തെ ഉണർത്തിക്കൊണ്ട് വന്ന് ആലയം പണി പൂർത്തീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം ഒരുക്കുന്ന ഒരു നന്മകളെ, അനുഗ്രഹങ്ങളെ ഒക്കെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ നന്മകളും ഓരോ വാഗ്ദത്തങ്ങളും കൽപ്പനകളും ഒക്കെ നമ്മൾ അനുസരിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കണം, ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിപ്പാൻ തക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അല്പസമയത്തെ ചിന്തയിൽ നിന്നിരിക്കുന്നു. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത.